എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാക്കുറ ചോദിക്കും, അപ്പൊ കുട്ടപ്പൻ അവനിപ്പോ ആ ത്രീ ടൈലിന്റെ വയറ്റിലാണോ? അതിനിക്കിമാരു നിന്റെ നറൂട്ടോ കുട്ടപ്പൻ മാത്രമല്ല, എന്റെ ഗൂറോയും അതിന്റെ വയറ്റിൽ തന്നെയാണ്. കട്ട് ചെയ്ത ആ മൂന്ന് വില്ലന്മാർക്കും ഇപ്പൊ സ്പെഷ്യൽ പവർ കബൂട്ടോ കൊടുത്തിരിക്കുകയാണ്. അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളി, ഈ പവർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് സ്പീഡില് ഇപ്പൊ മുൻപോട്ട് കുതിച്ചു പോയാണ്. അതിന് കബൂട്ടോ പറയും, ഇതിന് പകരമായിട്ട് ആ ഇക്കിമാരു അവളെ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടെത്തി തരണം. അതിനവര് പറയും, കുഴപ്പമില്ല, ഞങ്ങളുടെ സകല കഴിവ് ഉപയോഗിച്ച് അവളെ നിന്റെ കാൽക്കല് ഞങ്ങൾ എത്തിച്ചു തരും. ഒരുപാട് അലഞ്ഞ് ഇപ്പൊ കാക്കാഷി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോ സാക്കുറ പറയും, കുട്ടപ്പൻ അവൻ മറ്റെവിടെയോ അല്ല, ആ ത്രീ ടൈലിന്റെ വയറ്റിന്റെ ഉള്ളിലാണ്. അവന്റെ കൂടെ ആ ഒരു വില്ലത്തി അവളും അതിന്റെ വയറ്റിൽ പെട്ട് കിടക്കുകയാണ്. ഇക്കിമാരുമാണ് അവളുടെ പവർ കൊണ്ട് അത് കണ്ടുപിടിച്ചത്. അപ്പോ ഇവൾ പറയുന്നത് സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കാക്കാഷി ചോദിക്കും, ഗൂറം വില്ലത്തിക്ക് അവൾക്ക് ഓൾറെഡി ഒരുപാട് പരിക്ക് പറ്റിയിരുന്നല്ലോ, എന്നിട്ടും അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതിന് ഇക്കിമാര് പറയും, ഈ ക്രിസ്റ്റലാണ് അതിനുള്ള തെളിവ്. ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അതിന് യാമുട്ടോ ടെൻഷനായിട്ട്, ഒരു പക്ഷേ ഇവള് പറയും പോലെ ആ വില്ലത്തി ജീവിച്ചിരിപ്പുണ്ടെങ്കില് നമ്മുടെ കുട്ടപ്പൻ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് ഇപ്പൊ മാസ്റ്റർ ചോദിക്കും. അതിന് കാക്കാഷി പറയും, സത്യം അറിയണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ത്രീ ടൈലിന് അടുത്തെത്തണം. പക്ഷെ എങ്ങനെ? കുട്ടപ്പൻ അതിന്റെ വയറ്റിലുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിന് ഇക്കിമാര് പറയും, എനിക്ക് സെൻസ് ചെയ്ത് അവരെവിടെയുള്ളതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വരാം. അതിന് അസിസ്റ്റന്റ് ചേച്ചി, കുട്ടപ്പനെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് വീണ്ടും അതിനെ സീൽ ചെയ്യാം. അപ്പൊ കാക്കാഷി ഫുൾ പവറായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്താ ഇപ്പൊ യാമുട്ടോ സെൻസായി അവർക്ക് പോകാനായിട്ട് ഒരു ബോട്ട് റെഡിയാക്കും. ഇക്കിമാരുവിന്റെ കൂടെ തന്നെ ഇപ്പൊ ഷിനോയെ അവരയക്കും. അപ്പൊ കിബ പറയും, നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. കാക്കാഷി ഉടനെ നമുക്ക് എത്രയും പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ് അവരെല്ലാം കൂട്ടി കപ്പലിൽ കയറി ഇപ്പൊ യാത്ര ആരംഭിക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് അസിസ്റ്റന്റ് ചേച്ചി അവൾ എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത് ഇത്തവണ എന്തായാലും നമ്മളതിനെ ലോക്ക് ചെയ്യുമെന്ന് ഇപ്പൊ ബാക്കിയുള്ളവരോട് പറയും. പക്ഷെ ഹിനട്ട അവളുടെ മനസ്സിൽ ഇപ്പോഴും കുട്ടപ്പൻ മാത്രമാണ്. അതേസമയം കുട്ടപ്പനാവട്ടെ അവൻ അറഞ്ചം പുറഞ്ചം ത്രീ ടൈലിന്റെ വയറ്റിലൂടെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ത്രീ ടൈലിന്റെ കുഞ്ഞുങ്ങള് അത് കൂട്ടമായിട്ട് വന്ന് ഇപ്പൊ കുട്ടപ്പനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ഗൂറൻ അവൾ ഓടി വന്നിട്ട്, എന്തു പറ്റി, നിനക്ക് എന്താ പറ്റിയത്? അതിന് കുട്ടപ്പൻ പറയും, എന്റെ ക്ലൗൺസിന് ഒരുപാട് എണ്ണത്തിന് ആ മിനി ത്രീ ടൈൽസ് നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല അവറ്റകളെല്ലാം തന്നെ ഇപ്പൊ കൂട്ടമായിട്ട് നമ്മുടെ നേർക്ക് വരികയാണ്. അപ്പൊ പെട്ടെന്ന് ആ കുഞ്ഞു ത്രീ ടൈൽസിന്റെ ഇടയിലൂടെ ഇപ്പൊ കുറച്ചുകൂടെ വലിയ ത്രീ ടൈൽസ് അവരെ ലക്ഷ്യാക്കി വരികയാണ്. അതിന് വില്ലത്തി പറയും, ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം. കുട്ടപ്പൻ, നീ എന്തായി പറയണേ? നിനക്ക് ഓൾറെഡി ഇപ്പൊ പവറില്ല, പിന്നെ എന്ത് വെച്ചിട്ടാ നീ ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ പോണേ? നിനക്ക് വട്ടുണ്ടോ ചോദിക്കുമ്പോ അതിന് അവള് പറയും, നമുക്ക് വേറെ വഴിയില്ല, അറ്റാക്ക് ചെയ്താലേ എങ്ങനെയെങ്കിലും ഇവറ്റകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവള് വീണ്ടും ഇപ്പൊ ക്രിസ്റ്റൽ സ്റ്റൈൽ ഉപയോഗിച്ച് അവറ്റകളെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവറ്റകൾക്ക് ഒരു പോറല് പോലും ഏൽക്കില്ല. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ ചാടി വീണ് അതിലൊരു ത്രീ ടൈലിനെ ഇപ്പൊ ചവിട്ടി തെറിപ്പിക്കാൻ നോക്കും. പക്ഷെ ത്രീ ടൈൽ അതിന്റെ വാല് വെച്ച് ഇപ്പൊ കുട്ടപ്പനെ അടിച്ചു തെറിപ്പിക്കും. അവൻ കറങ്ങി അടിച്ച് നിലത്ത് വീഴുമ്പോഴായിരിക്കും മുകളില് ഒരു പോർട്ടൽ കാണാം. കുട്ടപ്പൻ ഉടനെ അവന്റെ ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് അവളോട് പറയും, എന്റെ തോളെ ചവിട്ടി ആ പോർട്ടൽ വഴി നീ പുറത്തേക്ക് പോ. അതിനവള് ഇപ്പൊ നെറ്റി ചുളിച്ചു പറയും, ഞാനൊരിക്കലും എന്റെ ഓപ്പണന്റിന്റെ ഹെൽപ്പ് ചോദിക്കില്ല. അതിന് കുട്ടപ്പൻ, മിണ്ടാതിരിക്കെ, ഇടിച്ച് ഞാൻ സൂപ്പാക്കുന്നു പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ചവിട്ടി ഇപ്പൊ മേലേക്ക് കയറും. കട്ട് ചെയ്താ ഇപ്പൊ കാട്ടില് നമ്മുടെ ആൾക്കാർ അങ്ങനെ കുട്ടപ്പനെ തേടി വരികയാണ്. അവര് കുറച്ച് മുൻപോട്ട് നടക്കുമ്പോ തന്നെ അക്കമൊരു പട്ടിക്കുട്ടിക്ക് ആ ഒരു വില്ലന്മാര് അവരടുത്തുണ്ടെന്ന് മനസ്സിലാവും. അടുത്ത സെക്കൻഡില് അവന്മാര് പറന്നു വന്ന് ഫൈറ്റ് ഇടും. കിബയാവട്ടെ അവൻ ഉഷാറായിട്ട് അവരുമായിട്ട് ഏറ്റുമുട്ടും. അപ്പൊ ആ ഫോഗ് ക്രിയേറ്റ് ചെയ്യുന്നവൻ അവൻ ഇത്തവണ ഫോഗ് വെച്ച് ഒരു ഡ്രാഗൺ തന്നെ ക്രിയേറ്റ് ചെയ്യും. ടെൻട്ടൻ അവളുടെ സ്ക്രോള് കറക്കി എറിയുമ്പോഴേക്കും ആ ഒരു പെണ്ണ് അവള് വാട്ടർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് ആ സ്ക്രോള് തന്നെ തകർക്കും. കട്ട് ചെയ്താ ഇവിടെ ഇക്കിമാരു അവള് ബോട്ടിലൂടെ മുൻപോട്ട് പോകുമ്പോ അവൾക്ക് ആ ത്രീ ടൈലിനെ സെൻസ് ചെയ്യാൻ കഴിയും. അവള് പറയും, അതിവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിന്റെ വയറ്റില് ഇപ്പൊ കുട്ടപ്പനും ഗൂറിനും പുറത്തേക്ക് വരാനുള്ള വഴി അത് തേടി അലയാണ്. ഞാൻ എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുത്താൽ മാത്രമേ അവരെ കൊണ്ട് ഇപ്പൊ പുറത്തേക്ക് വരാൻ കഴിയൂ. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ അവൻ വില്ലത്തിയോട് ചോദിക്കും, നീ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്? അതിന് അവള് പറയും, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് നിന്റെ സഹായം ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിച്ചത്. ഇവിടുന്ന് പുറത്തിറങ്ങിയ ആദ്യം തന്നെ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്ന അവള് പറയും. അതിന് കുട്ടപ്പൻ, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല,
പക്ഷെ ഇക്കിമാരു അവളെ ഞാൻ നിനക്ക് വിട്ടു തരില്ല. കുട്ടപ്പൻ പറയും ഇനിയും ക്ലൗൺസിനെ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് കളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവിടെ കിടന്ന് ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ ഓടി മുൻപോട്ട് പോകുമ്പോ അവനിപ്പോ വലിയൊരു ഫോഗിന്റെ ഉള്ളില് അകപ്പെട്ടു പോവും. അവിടെ എത്തുമ്പോ കുട്ടപ്പൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവൻ ചുറ്റും പുറം നോക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അവന്റെ മുൻപില് സാസുക നിൽക്കുന്നതായിട്ട് അവന് തോന്നും. സാസുക നീയോ? നീ എന്താ ഇവിടെയെന്ന് കുട്ടപ്പൻ ചോദിക്കുന്ന അതേ സമയത്ത് കുട്ടപ്പൻ ആരൊക്കെയോ ചേർന്ന് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പൻ അവനിപ്പോ ഗെഞ്ചിപ്സൂല് പെട്ട് കിടക്കാണ്. അപ്പൊ കുട്ടപ്പൻ അവൻ സാസുകയെ നോക്കിയിട്ട് ദയവ് ചെയ്ത് എന്നെ അടിക്കരുത്, ഞാൻ നിന്റെ കുട്ടപ്പനാണ്, നിനക്കെന്നെ മനസ്സിലായില്ലേന്ന് ചോദിച്ച് അവനിപ്പോ കെഞ്ചാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ കുട്ടപ്പന്റെ ശബ്ദം കേട്ട് ഗോറിനാവട്ടെ അവൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി കുട്ടപ്പന്റെ ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് ചെല്ലും. അവൾ അവിടേക്ക് ചെല്ലുമ്പോ ഇപ്പൊ ഒരുപാട് ഫോഗ് കാണും. അപ്പൊ അവൾക്ക് മനസ്സിലാവും ഇതാ ഒരു ഗെഞ്ചിപ്സു ഫോഗാണ്. ഞാൻ കളത്തിലിറങ്ങിയ തീർച്ചയായിട്ടും ഞാനും ഒരു ഇല്യൂഷൻ ഗെഞ്ചിപ്സൂല് പെട്ടുപോകും. അതെങ്ങനെയെങ്കിലും കണ്ടെത്തി അതിനെ ഓവർകം ചെയ്താൽ മാത്രമേ എനിക്ക് നറൂട്ടോ കുട്ടപ്പനെ അവനെ രക്ഷിക്കാൻ കഴിയൂ. അവൾ അവളെ തന്നെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ പതിയെ മുൻപോട്ട് നടക്കും. അപ്പൊ പതിയെ അവളും ഒരു ഇല്യൂഷനില് ഇപ്പൊ ഇക്കിമാരുവിന്റെ അമ്മയെ കാണും. ഗോറിന് ഇക്കിമാരുവിന്റെ അമ്മയെ കണ്ടോടൻ ഇപ്പൊ അവരോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങും. ഇക്കിമാരുവിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറയുമ്പോ ആ ഒരു ഗെഞ്ചിപ്സു അത് പതിയെ തകരാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പനെ സാസുക വെട്ടി വീശാണ്. അതിന് കുട്ടപ്പൻ നീ എന്താടാ ചെയ്യണേ? ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? ഞാൻ നിന്റെ കുട്ടപ്പനാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലേക്ക് പോണെന്ന് പറഞ്ഞ് കുട്ടപ്പൻ കിടന്ന് അലറാൻ തുടങ്ങും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ വില്ലത്തി ആന്റി ചാടി വീണ് കുട്ടപ്പന്റെ മോന്തക്കിട്ട് തന്നെ ഒരു കുത്തു കൊടുക്കും. അപ്പൊ പതിയെ കുട്ടപ്പന്റെ ആ ഒരു ഇല്യൂഷൻ അത് അങ്ങനെയും ആയും. അവന്റെ തൊട്ടു മുൻപിലായിട്ട് ഇപ്പൊ വലിയൊരു കുഴി കാണും. അതിന് കുട്ടപ്പൻ ഐ ലവ് യു ബേബി, നീ എന്റെ സ്വത്തല്ലടാ, നീ എന്നെ രക്ഷപ്പെടുത്തി, നീ എന്റെ മുത്താണെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവളോട് കുറുകാൻ തുടങ്ങും. അപ്പൊ ഗൂറൻ അവള് കുട്ടപ്പനോട് ചോദിക്കും നീ കണ്ടത് സാസുകയാണോ? അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് നിനക്ക് സാസുകയെ അറിയോ? അതിന് അവള് പറയും അറിയാം, ഞാൻ ഒറോച്ചിമാറുവിന്റെ കൂടെ പലവട്ടം അവനെ കണ്ടിട്ടുണ്ട്, അവന്റെ അത്രയും പവറുള്ള ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കുട്ടപ്പൻ സാസുക അവനിപ്പോ എവിടെയാണ്, അവൻ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ച് അവനിപ്പോ കെഞ്ചും. അവനു വേണ്ടിയാണ് ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ഇപ്പൊ കാത്തിരിക്കുന്നത്. അവനെ തിരികെ കൊണ്ടുവരാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത് ഇവിടെ വരെ വന്നത്. അവൾ ചിരിക്കും, ഇതുപോലൊരു ദുഷ്ടന് വേണ്ടിയാണ് ഇവൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് അവളിപ്പോ തലയ്ക്ക് കൈ കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ആ ഒരു ത്രീട്ടയിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു പാറയുടെ തൊട്ടടുത്തെത്തും. അവൻ പതിയെ ഇപ്പൊ ആ ത്രീട്ടയിലിന്റെ അടുത്തേക്ക് അങ്ങനെ നീന്തും. കാക്കാഷി ടീമും അതിന്റെ ക്ലോസ് എത്തിയോടൻ യാമുട്ടോ സെൻസായി അപ്പൊ കാക്കാഷി ആളുടെ ലൈറ്റ്നിങ് പവർ വെച്ച് ഇപ്പൊ അതിനെ തകർക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് അകത്ത് ഇപ്പൊ ഗോറിനും നമ്മുടെ കുട്ടപ്പനും മിനി ത്രീ ടൈൽസുകളുടെ ഇടയില് അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അതേസമയം പുറത്ത് കാക്കാഷി വീണ്ടും കയ്യിൽ ചിത്തോരി പവർ എടുത്ത് ത്രീ ടൈലിന്റെ നേർക്ക് ഓടി വന്ന് അതിനെ കറക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയില് ഇപ്പൊ ത്രീ ടൈലിന്റെ ബോഡിയില് ക്രാക്ക് വീഴും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ സായി ആവട്ടെ ഒരുപാട് കമീലിയ പൂക്കള് മുകളിൽ നിന്ന് താഴേക്കിടും. അത് ആ ക്രാക്കിലൂടെ ഇപ്പൊ അകത്തേക്ക് പോകും. അപ്പൊ ഇവിടെ ആ വില്ലത്തി പറയും ആക്ച്വലി ഇക്കിമാരുവിന്റെ അമ്മയെ വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുകയായിരുന്നു, എന്നിട്ട് ആരും കാണാതെ അവരെ രക്ഷപ്പെടുത്തി ഞാൻ ഗ്രാമത്തിന് പുറത്തേക്ക് അയച്ചു. പക്ഷെ ഒറോച്ചിമാറു അവൻ കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ച് എന്നെ ഒരുപാട് നിർബന്ധിപ്പിച്ചാണ് ഇക്കിമാരുവിന്റെ അമ്മയെ എന്നെ കൊണ്ട് കൊല്ലിപ്പിച്ചത്. അന്നു മുതലേ ആ ഒരു കുറ്റബോധവും പേറിയാണ് ഞാൻ നടക്കുന്നത്. അതിന് കുട്ടപ്പൻ ചോദിക്കും അപ്പൊ ഇതുകൊണ്ടാണോ നീ ഇക്കിമാരുവെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെടുന്നേ? അതിന് ഗൂറൻ പറയും അതെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടണം. അതിന് കുട്ടപ്പൻ പറയും ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് രക്ഷപ്പെടും. അപ്പൊ ഒരു ലോങ് ഷോട്ടിലായിട്ട് ഒരു ദ്വാരത്തിലൂടെ വെള്ളം അകത്തേക്ക് വീഴുന്നത് കാണും. അതിന്റെ കൂടെ തന്നെ ഒരുപാട് കമീലിയ പൂക്കളും. ഇവിടെ ഇക്കിമാരു ആ ഒരു ഇലയെടുത്ത് ഇപ്പൊ ഊതാനായിട്ട് തുടങ്ങും. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും ഇത് ഇക്കിമാരു തന്നെയാണ്, അത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. കുട്ടപ്പൻ ഉടനെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഗോറിനെയും തൂക്കിയെടുത്ത് ആ ഒരു ദ്വാരത്തിന്റെ തൊട്ടടുത്തെത്തും. കുട്ടപ്പൻ റെസർഗൺ കയ്യിലെടുത്ത് ആ ഒരു ചെറിയ ദ്വാരം അത് അടിച്ച് വലുതാക്കി അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ചാടുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബ്.